ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, അങ്കിളിന് ഇപ്പൊ വിശപ്പില്ലാത്തോണ്ടല്ലേ നിങ്ങൾ അമ്മയും മോളും കൂടി ഇരുന്ന് കഴിക്കേ. ഒരു ലോറി ദിയമോളെ ഇടിക്കാൻ വന്നു. ജഗനങ്കിളാ ദിയമോളെ രക്ഷിച്ചത്. എന്താ ജഗ സംഭവിച്ചത്? എന്നോടൊന്നും പറ. രാവിലെ ദേമോളുടെ ഫോട്ടോ വീണ് ഉടഞ്ഞപ്പോഴേ എനിക്കറിയാം എന്തേലും സംഭവിക്കുന്നു. വന്ദന വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ദേമക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ദേമോള് പഠിച്ച് ക്ഷീണിച്ചു വന്നിരിക്കുക. കുഞ്ഞിന് നല്ല വിശപ്പുണ്ടാവും. അവർക്ക് എന്തെങ്കിലും കൊടുക്ക്. കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. മോളെ, ഈശ്വര, ഇവനൊക്കെ ഏത് പാതാളക്കുഴി പോയി കിടക്കുകയാണെന്നോ. വിളിച്ച ഫോൺ എടുക്കില്ല. ഇനി അഥവാ എടുത്താലാണെങ്കിൽ തന്നെ വ്യക്തമായ ഒരു മറുപടി പോലും പ്രതീക്ഷിക്കണ്ട. കഷ്ടം. ഇവനുമായിട്ടൊക്കെ ചങ്ങാത്തം കൂടി എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്താടാ, വണ്ടിക്ക് ജലദോഷമോ പനിയോ മറ്റോ ഉണ്ടോ? ഇല്ല സർ, ഒരു കുഴപ്പമില്ല. എന്നാ ഒന്ന് ചവിട്ടി എടുക്കണ അങ്ങോട്ട് നിന്ന് കൊടുങ്ങാതെ. വിളിച്ച ഫോൺ വിളിക്കില്ല. മറ്റവന്റെ കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ ധൂർത്തടിക്കാനായിട്ട്. വല്ല ബാറിലും കുടിച്ച് പെടുത്ത് കിടക്കുന്നുണ്ടാവും. ഇഡിയറ്റ്. രാജീവിന്റെ കാറിൽ ലോറി ഇടിപ്പിച്ചവനെ ആ കുട്ടിഭൂതത്തിന് ഓർമ്മയുണ്ടത്രേ. ഇനി അവിടെ വെച്ച് എന്നെ കണ്ടെന്നെങ്ങാൻ അവള് വിളിച്ചു പറയുമോ എന്തോ. ഇനി ആ പിശാച് അവിടെ വെച്ച് എന്നെ കണ്ടെന്നെങ്ങാനും വന്ദനയോട് പറഞ്ഞിട്ടുണ്ടാവോ? ഏതായാലും അവള് ജീവനോടെയുള്ള കാലം വരെ എനിക്കതൊരു ഭീഷണിയാ. ആ കുഞ്ഞിനെ തീർക്കാനുള്ള കൊട്ടേഷൻ സാഗറിനെയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്. അവനാണെങ്കിൽ പിടിതരാത്ത അവസ്ഥയിലും. സാഗറിനെ എത്രയും പെട്ടെന്ന് കണ്ടേ തീരും. പോലെ പോയ സാഗർ മിസ്സായത് തന്നെ. ഇവിടെ ചവിട്ടി വിടാനല്ലടാ നിന്നോട് പറഞ്ഞത്. സാർ, മാക്സിമം സ്പീഡിലാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണോ ഇവന്റെ സ്പീഡ്? എന്ത് പറ്റി സർ? വല്ലതും പറ്റിയോ സർ? നിന്റെ കണ്ണെന്തടക്കും ചോരൊലിക്കുന്ന കണ്ടില്ലടാ. പേടിക്കാനൊന്നുമില്ല സർ, ചെറിയൊരു മുറിവല്ലേ ഉള്ളൂ. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്നുണ്ട്. ആ നാശം പിടിച്ചവനെ കാണാൻ പറ്റും തോന്നില്ല. എന്നെ തെക്കോട്ടെടുക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യടാ പുല്ലേ. അവിടെ ഒരു ക്ലിനിക് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാ അങ്ങോട്ടൊന്ന് കെട്ടിയെടുക്കണോ? നിന്ന് കോണോണാ പറയാതെ. ഒന്ന് വേഗം പോടാ. മോളെ, മോളെ വാ, ആഹാരം കഴിക്കാം.
മോളെ ജഗനങ്കിൾ എവിടെ? ജഗനങ്കിളിനെ വിളിക്കാം. ജഗനങ്കിൾ, ജഗനങ്കിൾ, ജഗനങ്കിൾ. വാ, ആഹാരം കഴിക്കാം. ഇരിക്കെ. ആ മോളെ ആ മതി. ആ കഴിക്കാം. അതെ എനിക്കിപ്പോ വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് വേണ്ട അങ്കിളെ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ആ മോളെ, അങ്കിളിന് ഇപ്പൊ വിശപ്പില്ലാത്തോണ്ടല്ലേ നിങ്ങൾ അമ്മയും മോളും കൂടി ഇരുന്ന് കഴിക്കേ. അങ്കിൾ പോവാതെ. കഴിക്ക്. എന്ത് പറ്റി ജഗ? അങ്കിളെ എന്ത് പറ്റി കഴിക്ക്? അത് വർക്ക്ഷോപ്പിൽ വെച്ച് എനിക്കും മോക്കും വേണ്ടി ഈ പണിയൊക്കെ ചെയ്യാൻ പോയതുകൊണ്ടല്ലേ. എങ്ങനെ ജീവിക്കേണ്ട ആളായിരുന്നു. ഇപ്പോ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലേ, ഒരു തരം കുറ്റബോധം. ഒരിക്കലുമില്ല. എനിക്ക് ഇപ്പൊ തോന്നുന്ന ഭാവം കുറ്റബോധമല്ല, ആത്മാഭിമാനോ. മാനത്തെ കൊട്ടാ